നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധ ബഥനിയിലെ വിശുദ്ധ മാർത്ത. ജെറുസലേമിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെ ബഥനി എന്ന ഗ്രാമത്തിലാണ് മാർത്ത തൻ്റെ സഹോദരൻ ലാസറിൻ്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത്. മാർത്തയാണ് ഇവർ 3 പേരിലും മൂത്തതെന്ന് പറയപ്പെടുന്നു. ഈശോ ലാസറിനെ സന്ദർശിച്ച ഒരു സന്ദർഭം വിശുദ്ധ ലൂക്ക വിവരിച്ചിട്ടുണ്ട്. മാർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ സർവദാ വ്യാപൃതയായിരുന്നു. മറിയം അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. മാർത്ത ഈശോയുടെ അടുത്ത് ചെന്ന് ഉണർത്തിച്ചു, കർത്താവേ, പരിചരണത്തിനായി എൻ്റെ സഹോദരി എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിനെപ്പറ്റി അങ്ങയ്ക്കൊരു ചിന്തയുമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. കർത്താവ് അരുളി ചെയ്തു, മാർത്ത, മാർത്ത, നീ പല കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠാകുലയായിരിക്കുന്നു. എന്നാൽ അവശ്യകാര്യം ഒന്ന് മാത്രമേയുള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയില്ല. ലാസറിൻ്റെ ഉയർപ്പിൽ മാർത്ത തൻ്റെ ഭാഗം വഹിച്ചിട്ടുണ്ട്. ഈശോ വരുന്നെന്ന് കേട്ടപ്പോൾ മാർത്ത അവിടുത്തെ സ്വീകരിക്കാനായി ചെന്നു. എന്നാൽ മറിയം വീട്ടിലിരുന്നതേയുള്ളൂ. മാർത്ത ഈശോയോട് ആവലാതിപ്പെട്ടു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. ഈശോ അരുളി ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാർത്ത അവിടുത്തോട് പറഞ്ഞു, അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. താൻ ജീവനും പുനരുത്ഥാനവും ആണെന്ന് അവിടുന്ന് വാക്കാലും പ്രവൃത്തിയാലും വിശദമാക്കി. പാലസ്തീനായിൽ ക്രിസ്തുമത മർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിൻ്റെ കുടുംബാംഗങ്ങളും മറ്റു ചിലരും ഒരു നൗകയിൽ പ്രൊവിൻസിലേക്ക് പുറപ്പെട്ടു. ലാസറിൻ്റെ ശവകുടീരം മാർസയിലും, മാർത്തായുടേത് അവിഞ്ഞോണിലും, മേരിയുടേത് സെന്റ് ബോമിലും കാണുന്നു. മാർത്ത സേവനപരമായ പ്രേക്ഷിതവേലയുടെയും മേരി ധ്യാനാത്മക ജീവിതത്തിൻ്റെയും പ്രതീകമാണ്. ഈശോ 2 പേരെയും സ്നേഹിച്ചിരുന്നു. നമുക്ക് ഈ 2 പേരുടെയും മാതൃക സ്വീകരിക്കാം.